ഞാനെന്ന് പറഞ്ഞതൊക്കെ എന്തായി? ഇതുവരെ നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തു. അടുത്തിന് എന്താ ചെയ്യണ്ടേ? നീ എല്ലായിടത്തും വച്ചല്ലോ അല്ലേ? കിഷോറായിരിക്കും, ഞാൻ നോക്കട്ടെ. ആ വാടാ. നീ എന്താ താമസിച്ച? വഴിയിൽ വണ്ടി പണിയായി. എന്ത് പറ്റി? അതിടയ്ക്ക് ഇറങ്ങുള്ളത് തന്നെ പറയാം. നീ വാ. എന്താണ് സൂസൻ, പാക്കിംഗ് എല്ലാം കഴിഞ്ഞു? നീ ഇതിപ്പോ എവിടെ പോയിട്ട് വരുന്ന വഴിയാ? ഞാൻ ഓഫീസിൽ നിന്ന് വരുന്ന വഴി. ഇന്നലെ കഴിച്ചോ? കഴിച്ചിട്ടാ വന്നത്. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കാൻ. വേണ്ട ഇരിക്കും. നിങ്ങൾ കാര്യം പറ, എന്ത് പറ്റി ഇത്ര പെട്ടെന്ന് വീട് മാറാൻ? എന്തായാലും വേറെ വീട് സെറ്റായിട്ടുണ്ട്. ജോൺ എന്നെ വിളിച്ചപ്പോൾ പറഞ്ഞിരുന്നു മഹേഷ് വീട് മാറാൻ പോകുന്നു. അതെ, വേറെ ഏതെങ്കിലും വീട് സെറ്റ് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാനായിട്ട് ഞാനൊന്ന് വിളിച്ചിരുന്നു. നിങ്ങൾ കാര്യം പറ. എടാ, എനിക്കറിയില്ല, ഇവിടെ എന്തൊക്കെയോ പ്രശ്നമുണ്ട്. അതെനിക്ക് മാത്രമല്ല, നമുക്ക് രണ്ടുപേർക്കും പല സമയത്ത് പലപ്പോഴായിട്ട് അത് അനുഭവപ്പെട്ടിട്ടുണ്ട്. അതെന്താ, പ്രേതശല്യം വല്ലതും ഉണ്ടോ? അങ്ങനെ ഞങ്ങൾക്ക് തോന്നുന്നേ. പിന്നെ ഇവിടെ വെച്ചുണ്ടായ അനുഭവം വെച്ച് നോക്കുമ്പോൾ അത് തള്ളിക്കളയാനും പറ്റില്ല. നമ്മളിവിടെ വന്ന് 3-4 ദിവസം കഴിഞ്ഞപ്പോഴേ ഒരു വശപശക്ക് തോന്നി തുടങ്ങിയതാണ്. പക്ഷെ നമ്മളതങ്ങനെ കാര്യമായിട്ട് എടുത്തില്ല. ഒരു ദിവസം രാത്രി ഞാൻ വെള്ളം കുടിക്കാൻ വേണ്ടി എണീറ്റ് വന്നപ്പോൾ അവിടെ നിലത്ത് ബ്ലഡ് കിടക്കുന്നുണ്ട്. അപ്പം ഞാൻ കൂടുതലൊന്നും ചിന്തിക്കാൻ നിന്നില്ല. ഒരു തുണിയെടുത്തങ്ങ് തുടച്ചു കളഞ്ഞു. ഞാൻ വിചാരിച്ചത് ടൊമാറ്റോ സോസ് എന്തെങ്കിലും ആയിരിക്കും എന്നാ. മേശപ്പുറത്ത് ഇരിക്കുന്ന കണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ഇതെല്ലാം കൂടെ ആലോചിച്ച് നോക്കുമ്പോൾ ഞാൻ ഒരു ദിവസം നമ്മുടെ റൂം ക്ലീൻ ചെയ്തപ്പം എനിക്ക് അവിടെ നിന്ന് 2-3 ഡ്രോയിങ്സ് കിട്ടി. ഒരു ഡ്രോപ്ലെറ്റ് വീഴുന്ന ഞാൻ വ്യക്തമായിട്ട് കണ്ടതാണ്. പക്ഷേ അത് എവിടെ നിന്ന് വീണെന്ന് എനിക്കൊരു പിടിയുമില്ല. പോരാത്തതിനാ ഡ്രോയിങ്സ്, അത് ഞാൻ ഇവിടെ കണ്ടിട്ടേ ഇല്ല. ഇതൊക്കെയാണ് എനിക്ക് അൺയൂഷ്വലായിട്ട് തോന്നിയത്. എന്നിട്ട് ആ ഡ്രോയിങ് എവിടെ? അത് അന്ന് തന്നെ കത്തിച്ചു കളഞ്ഞു. ഓ, എനിക്കപ്പോൾ അവിടെ ആരോ ഉള്ളതുപോലെ ശരിക്കും ഫീൽ ചെയ്തതാ. നീ എന്താ ആലോചിക്കുന്നത്? ഒന്നുമില്ല. നിങ്ങൾ ഈ പറയുന്നതിനെ പറ്റി ഞാൻ ആലോചിക്കുമായിരുന്നു. ഞാൻ ബുക്ക് വായിച്ചിട്ട് മയങ്ങിപ്പോയി. പക്ഷെ പെട്ടെന്ന് എന്തോ ഡിസ്റ്റർബ്ഡ് ഞാൻ എണീറ്റു. സ്വപ്നത്തിലെ ചില കാര്യങ്ങൾ നമുക്ക് ഓർമ്മ ആണല്ലേ, അതുപോലെ ആ ഒരു പിക്ചർ ശരിക്കും എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ആ വായിച്ച കഥ മനസ്സിൽ കിടന്ന് സ്വപ്നം കണ്ടതും ആവാം. ഇത് എന്നായിരുന്നു സംഭവം? ഇതിന്ന് രാവിലെ. എന്തടാ, നീ വന്നപ്പോഴേ നിന്റെ മുഖം ഭയങ്കര ഡള്ളാണല്ലോ. ഞാനിങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരാളെ കണ്ടു.
എന്തു പറ്റി? പെട്രോൾ തീർന്നോ? ഇല്ല, ചെറിയൊരു മിസ്സിങ് ഇടയ്ക്കിടയ്ക്ക് ഉള്ളതാണ്. നല്ല മഴയ്ക്കുള്ള കോളുണ്ട്. ആ സഹായിക്കണോ? വേണ്ട, കുഴപ്പമില്ല, ഇപ്പം ശരിയാവും. പിന്നെ പേരെങ്ങനെ? എൻ്റെ പേര് രാജേഷ്. എന്താ അനിയൻ്റെ പേര്? എൻ്റെ പേര് കിഷോർ. എങ്ങോട്ടാ? എൻ്റെ ഫ്രണ്ട്സിൻ്റെ വീടിൻ്റെ അടുത്തുണ്ട്, കുറച്ചകത്തോട്ടാ, എസ്റ്റേറ്റ് റോഡിനടുത്ത്, ഹൗസ് നമ്പർ 13, അങ്ങോട്ടാ. ഒരു മിനിറ്റ്. അവിടെ വാടകയ്ക്കാണോ നിങ്ങളുടെ ഫ്രണ്ട്സ് താമസിക്കുന്നത്? അതെ, എന്താ? എൻ്റെ പൊന്നനിയ, അവരോട് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറിപ്പോകാൻ പറ. അല്ല, അവർ നാളെ അവിടെ നിന്ന് മാറാതിരിക്കുക. അപ്പം അത് ചെയ്യുന്ന കാര്യം അനിയ, അതൊന്നും മനുഷ്യന് താമസിക്കാൻ പറ്റുന്ന വീടല്ല. ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവിടെ പൂട്ടിയിട്ടിരിക്കുന്ന ഒരു മുറിയുണ്ട്, കണ്ടിട്ടുണ്ടോ? ചേട്ടൻ കാര്യം പറ. മുമ്പൊരിക്കൽ അവിടെ ഒരു ഫാമിലി താമസിച്ചിരുന്നു. അവിടുത്തെ കൊച്ചുകുട്ടി രാത്രി എന്തോ കണ്ട് പേടിച്ച് വീണിട്ടുണ്ട്. കൊച്ചുകുട്ടിക്ക് മാത്രമല്ല, അതിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇതുപോലെ പേടിപ്പിക്കുന്ന എന്തോ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ചേട്ടാ, ആ വീടിൻ്റെ മെയിൻ്റനൻസ് കഴിഞ്ഞാൽ അവിടെ ആദ്യമായിട്ട് താമസിക്കുന്ന എൻ്റെ ഫ്രണ്ട്സാണ്. ആര് പറഞ്ഞു? എൻ്റെ ചേട്ടനും കുടുംബം മെയിൻ്റനൻസ് കഴിഞ്ഞ് അവിടെ താമസിക്കാൻ വരുന്നു. ചേട്ടൻ്റെ വെച്ചാൽ പേടിച്ച് പനി പിടിച്ച് കിടന്നു. അത്രയ്ക്ക് പേടിച്ചിട്ടുണ്ട് അവൾ. അവസാനം അവരവിടെ നിന്ന് ഇറങ്ങി ഓടുമായിരുന്നു. അത് കഴിഞ്ഞ് അവിടെ ഒരു ചെറുപ്പക്കാരൻ താമസിക്കാൻ വന്നു. അവൻ ഈ വെബ്സൈറ്റ് വഴി ഏതോ പ്രേതങ്ങളെ വിളിച്ചു വരുത്തി എന്ന് പറയുന്നത് കേട്ടു. അവസാനം അവനും ഇറങ്ങി ഓടുമായിരുന്നു. അപ്പം ആ പയ്യൻ കാരണമാണ് ഞങ്ങൾക്കിപ്പോൾ ഇവിടെ ഇങ്ങനെയൊക്കെ തോന്നാൻ. ചേട്ടാ, അപ്പോൾ ആ പയ്യൻ കാരണമാണോ അവിടെ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്? അല്ല, അവിടുത്തെ നാട്ടുകാരോട് ഇതിനെപ്പറ്റി അന്വേഷിച്ചപ്പോഴത്തേക്കും വേറൊരു സംഭവം അറിയാൻ കഴിഞ്ഞു. ഇതെന്തായി വരയ്ക്കുന്നേ? ഒന്നുമില്ല, മനസ്സിൽ തോന്നുന്നങ്ങനെ വരയ്ക്കുന്നത്. ഹാ, ഇതൊക്കെയാണോ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നേ? എന്താ, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? ആ, കൊള്ളാം. ഇതെന്തുവാ ഇങ്ങനെ ഇവിടെ എല്ലാം വലിച്ചുവാരി ഇട്ടേക്കുവാണല്ലോ? ഞാനന്ന് പറഞ്ഞതൊക്കെ എന്തായി? ഇതുവരെ നിങ്ങൾ പറഞ്ഞതൊക്കെ ഞാൻ ചെയ്തു. അടുത്തിന് എന്താ ചെയ്യേണ്ടത്? തലയിലെ ചോര്, ഇടത്തേക്കാലിലെ ചെറുവിരലിലെ മുഴുവൻ നഖവും ഒരു പല്ലും കുറച്ച് തലമുടിയും എടുക്കണം. എന്നിട്ട് വേണം ബാക്കിയുള്ള ക്രിയകൾ നമുക്ക് ചെയ്യാൻ. എന്നാൽ മാത്രമേ നമ്മൾ വിചാരിച്ച കാര്യം നടക്കുള്ളൂ. മനസ്സിലായോ? എല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ മതി. അന്നത്തെ പത്രത്തിലൊക്കെ ഭയങ്കര സെൻസേഷനായിരുന്നു ഈ ഇഷ്യൂ. ഈ നരബലി സംഭവത്തിനെ പറ്റി വിശദമായിട്ടുള്ള വാർത്തകൾ വരെ ഉണ്ടായിരുന്നു. ഞങ്ങൾ പിന്നെ പെട്ടെന്നൊരു വീട് വേണമെന്ന് മാത്രമേ ഇപ്പോൾ ചിന്തിച്ചുള്ളൂ. അതുകൊണ്ടാണ് പിന്നെ സ്ഥലത്തിനെ പറ്റി ഒന്ന് അന്വേഷിക്കാണ്ട് ഇങ്ങോട്ട് തന്നെ പോകുന്നത്. വഴിയിൽ വെച്ച് കണ്ട ഏതൊരാൾ പറയുന്നതൊന്നും ഞാൻ തീർത്തും വിശ്വസിച്ചില്ല. ഇവിടെ വന്ന് നിങ്ങളിതെല്ലാം പറയുന്നത് വരെ. കഥ ഓർക്കാം.